ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോയ് ജംഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവന് 1.5 വർഷം മുമ്പ് എടുത്ത വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ ജൂണക്ക് ഏകദേശം 1.5 വയസ്സ് കഴിഞ്ഞു. അന്ന് എൻ്റെ പ്രസവ ശുശ്രൂഷ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കണ്ട് എടുത്ത വെച്ചിരുന്ന വീഡിയോ ആണ്. പക്ഷെ പിന്നീട് കുറേ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളും വലിയൊരു അപകടം വരെ നമ്മളെ ഫാമിലിക്ക് വന്നു. അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊരു മനസ്സമാധാനമാണല്ലോ, അതുകൊണ്ട് അന്ന് ഇട്ടിട്ടില്ലേനു. പിന്നെ വലിയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ ഓൽക്ക് അതൊരു കണ്ടന്റ് ഒക്കെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, ഇതൊന്നും കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങുന്ന ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഫോണും ക്ലിയർ ആവും. അപ്പോൾ ഇങ്ങനെ അന്ന് എടുത്ത് വെച്ചിട്ട് വീഡിയോയിൽ അപ്പോൾ ഡിലീറ്റ് ആക്കാൻ തോന്നില്ല. അപ്പം അങ്ങനെ ഇടാട്ടോ. അപ്പോൾ ഇത് എനിക്ക് കുളിക്കാനുള്ള വെള്ളം, മേത്ത് തേക്കാനുള്ള കുഴമ്പും തലയിൽ തേക്കാനുള്ള എണ്ണയും കൂടി ഇങ്ങനെ ഈ ഒരു കുളിക്കാനുള്ള വെള്ളത്തിൻ്റെ നാൽപ്പാമരാതി വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഡബിൾ ബോയിൽഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതിന് കേട്ടോ. അത് കാത്ത വെണ്ണയ്ക്ക് തന്നെ ആദ്യം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിക്കും. നമ്മൾ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ച് പറഞ്ഞത്. വന്ന് പോകുന്ന ഒരാളുണ്ട് വെച്ചതും. അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞാൽ കുട്ടീനെ എണ്ണയ്ക്കും പിന്നെ കുളിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും. അപ്പോൾ അവളെ എണ്ണ വെച്ച് ഉറക്കിയതിന് ശേഷമാണ് എണ്ണ കുഴമ്പിച്ച് കിടത്തലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ ജൂനനെ എണ്ണ തേച്ച് കഴിഞ്ഞ് കുളി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഒരു ദിവസം തുടങ്ങൽ അന്നത്തെ. പിന്നെ അവളെ റെഡിയാക്കി പൗഡറും കൺമഷി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അവളെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉഴമാണ്. അപ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ പായി വിരിച്ച് അതിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് നമ്മളുടെ കുഴമ്പ് തേച്ചുള്ള കിടത്തം. അപ്പോൾ ദാനേന്ദ്രൻ കുഴമ്പാട്ടോ യൂസ് ചെയ്യാം. പിന്നെ തലയിൽ തേക്കാൻ ദുർദുര പത്രാതി എന്ന് പറഞ്ഞിട്ട് അമ്മായി പറഞ്ഞതിന്, ചെറിയ അമ്മായി ഇതേപോലെ ഞാനുള്ള വലിയ മാറ്റമില്ലാതെ കേട്ടോ പ്രസവിച്ചിന്. അപ്പോൾ അവർ പ്രസവ കേന്ദ്രയിലേനു. അപ്പോൾ അവിടുന്ന് എന്തൊക്കെ യൂസ് ചെയ്ത എണ്ണയും അതേപോലെ ഫേസ് പാക്കൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിയതേനു ദുർദൂര പത്രാതി വെളിച്ചെണ്ണ, താരനും ഇതിനൊക്കെ നല്ലതാണ്. അതേപോലെ ഫേസ് പാക്കായിട്ട് എന്താണ് സംഭവം ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയില്ല, ബ്ലൂ മൂൺ ഹെർബ്സിൻ്റെ അതിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് നമ്മൾ പാലിലോ ഒക്കെ അയച്ച് തേക്കും. പിന്നെ ദിനേശ് വെല്യാതി വെളിച്ചെണ്ണ എന്ന് പറയാനുണ്ട്. അത് നമ്മൾ കഴുത്തിൻ്റെ കറുപ്പും മുഖത്തെ പാടുകളൊക്കെ പോകാൻ അതിന് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഈ ഫേസ് പാക്ക് തേക്കുന്നതിന് മുമ്പ് നമുക്ക് തേച്ചിടാം, അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ദാരിദ്ര്യം കുഴമ്പ്, ഫേസ് പാക്ക്, അതേപോലെ ഹെയർ കെയർ. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ അത് കഴിഞ്ഞാൽ നമ്മളിതാ നാൽപ്പാമരാതി വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കുന്നതാണ്. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റുകൾ 3 നിരന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ കെട്ടി വെക്കും. എന്നാലും വയറ് പോവില്ല എന്നാണ് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സുന്ദരിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് തരും ഇതുപോലൊരു സംഭവം, ഇതൊരു പുളിയില്ല മുക്കിടി എന്ന് പറയും. അപ്പം അത് കുടിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ കുട്ടി ഉറങ്ങാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും, നല്ല ചെറുപയറും തേങ്ങയും ഒക്കെ ഇട്ട നല്ല മട്ടേരിൻ്റെ നല്ലൊരു കഞ്ഞി തരും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കഞ്ഞിയാണ്. അതിക്ക് അന്ന് എന്തായിരുന്നു, കാട പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഞ്ഞി നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് ചെറുപയറും തേങ്ങയും ഒക്കെ ഇട്ടതായതുകൊണ്ട് നല്ലതാണ്. പിന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി ആ ഒരു ടൈം ആകുമ്പോൾ നല്ല നാടൻ കോഴി, ചീരക്കോഴി വെച്ചതാണ് കേട്ടോ. അതും പയറുപ്പേരിയും കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനെ എന്തോ സംഭവം കറിയാണ്. അപ്പം അതും കൂട്ടിയിട്ടാണ് ഉച്ചക്കത്തെ ചോറ് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം അന്ന് എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ഫോണിൽ കണ്ടപ്പോൾ ഇനി മുതൽ അങ്ങനെ ഡെയിലി വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.